വയനാട് യുഡിഎഫിൽ വിമത പടരംഗത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാറിനുൾപ്പെടെ കോൺഗ്രസിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട്. സംഷാദ് മരക്കാർ മത്സരിക്കുന്നത് പനമരം ബ്ലോക്കിൽ പൂതാടി ഡിവിഷനിൽ ആണ്. അവിടെ കോൺഗ്രസ് നേതാവ് ബിനു ജേക്കബാണ് വിമതരായി മത്സരരംഗത്ത് ഉള്ളത്. കൽപ്പറ്റയിൽ മുൻ ചെയർപേഴ്സൺ അടക്കം യുഡിഎഫിന് 5 വിമത സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. ജോഷില ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോഷില, ഗുഡ് മോർണിംഗ്. ജോഷില, നേരത്തെ നമ്മൾക്കറിയാം കോട്ടയത്തും കൊച്ചിയിലും ഒപ്പം തന്നെ മറ്റെല്ലായിടത്തും തന്നെ വിമത ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് യുഡിഎഫ്. വയനാടും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. യുഡിഎഫിന് ഏത് രീതിയിലാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ജോഷില? ഭദ്ര, വയനാട് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വിമത ശല്യം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ നേതാക്കൾ നെട്ടോട്ടമായിരുന്നു എന്ന് പറയാം. അതായത് ഈ വിമതരെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും വിമത ശല്യം രൂക്ഷമായിരുന്നു. ഈ വിമതരെ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു എല്ലാവരും. ഇന്നലെ ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജംഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. അത് സംസ്ഥാന നേതാക്കളടക്കം വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ജംഷീർ പള്ളിവയൽ തയ്യാറായത് എന്നുള്ളതാണ്. അതേസമയം തന്നെ സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റിബൽ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സംഷാദ് മരക്കാരെ നമുക്കറിയാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. വിമത സ്ഥാനാർത്ഥി മാത്രമല്ല, മറ്റാരും തന്നെ എതിർ സ്ഥാനാർത്ഥികളായി പോലും വരില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു സീറ്റ് കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഷാദ് മരക്കാരുടെ സീറ്റ്. സംഷാദ് മരക്കാരെ ഇത്തവണ പൂതാടി ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിലാണ് മത്സരിപ്പിച്ചത്. എന്നിട്ട് പോലും അവിടെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പൂതാടി ബ്ലോക്കിലെ ഡിവിഷനിൽ കോൺഗ്രസ് നേതാവ് ബിനു ജേക്കബാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. അതുപോലെ തന്നെ കണിയാമ്പറ്റ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിരുന്നു ബിനു ജേക്കബ് എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് സംഷാദ് മരക്കാർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിനിട്ട വലിയ തിരിച്ചടി കൂടിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സാധാരണ പ്രവർത്തകർക്ക് ഒപ്പമല്ലെന്നും മത്സരത്തിൽ ഉറച്ചു നിൽക്കുമെന്നും ബിനു ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടി ഡിവിഷനിലും യുഡിഎഫിന് വിമത സ്ഥാനാർത്ഥിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ലിൻഡോ കെ കുര്യാക്കോസ് ആണ് വിമതരായി മത്സരിക്കുന്നത്. സീറ്റ് ചർച്ചയിൽ മീനങ്ങാടി ഡിവിഷൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകിയതായിരുന്നു. എന്നാൽ പിന്നീട് അവിടെ വിമത സ്ഥാനാർത്ഥിയായി മറ്റുള്ളവർ വന്നതോടെ കോൺഗ്രസിന്റെ തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നുള്ള വാശി പിടിച്ചതോടുകൂടി കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഈ സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇതിൽ നിന്നും പിൻവാങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ അവിടെ കോൺഗ്രസിന് മത്സരിക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാവുകയാണ്. മാനന്തവാടി നഗരസഭയിൽ 3 വാർഡുകളിൽ കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥിയുണ്ട്. 9ാം വാർഡ് വിൻസൻഗിരിയിൽ മഹിളാ കോൺഗ്രസ് നേതാവും മുൻ മാനന്തവാടി പഞ്ചായത്ത് പ്രസിഡന്റുമായ ഗ്ലാഡിസ് ചെറിയാൻ മാനന്തവാടിയിലെ വലിയ ഒരു നേതാവാണ്, എല്ലാവരും അറിയപ്പെടുന്ന നേതാവാണ്. അവരാണ് അവിടെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. അവരെ പിൻവലിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും യുഡിഎഫിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇന്നലെ വരെ നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് അവർ മീനങ്ങാടിയിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്. മാനന്തവാടി പഞ്ചായത്തിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്. മാനന്തവാടി നഗരസഭയിൽ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത്തരത്തിൽ കോൺഗ്രസിലെ എല്ലാ ഭൂരിഭാഗം സീറ്റുകളിലും പഞ്ചായത്തിൽ ഭൂരിഭാഗം സീറ്റുകളിലും വിമത സ്ഥാനാർത്ഥികളെ പിൻവലിപ്പിക്കാൻ ആവാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇന്ന് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വിമതരുടെ ശല്യം തന്നെയായിരിക്കും വയനാട് കോൺഗ്രസിനെ ഏറ്റവും അധികം, അല്ലെങ്കിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്നത്. മറ്റൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് ലീഗുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് സമസ്തയുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. പലയിടങ്ങളിലും ജമാഅത്തെ സ്ഥാനാർത്ഥിയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള ഒരു ശ്രമം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഭദ്ര.